ഫ്രണ്ട്സ്, വേൾഡ് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിൽ അവസാനത്തെ 3-4 മൊഡ്യൂളുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, നമ്മൾ പറഞ്ഞ ബ്രോൺസ് ഏജ് സിവിലൈസേഷനു ശേഷം ഇരുമ്പ് കണ്ടെത്തലും ഇരുമ്പിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലോകത്ത് അതിന് തുടർന്ന് ഇരുമ്പിൻ്റെ ഉപയോഗത്തെ തുടർന്ന് ലോകത്ത് വിവിധ നാഗരികതകൾ വളർന്നു വരികയുണ്ടായി. ഉദാഹരണത്തിന് ഇന്ത്യയിൽ സെക്കൻഡ് അർബനൈസേഷൻ നമ്മൾ വിളിക്കുന്ന നാഗരികത, ഗ്രീസിൽ ഗ്രീക്ക് സിവിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന, അതുപോലെ റോമൻ സിവിലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന നാഗരികത, ഇതൊക്കെ ഈ അയൺ ഏജിൽ വളർന്നു വന്ന സംസ്കാരങ്ങളാണ്. ഈ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീസിൽ വളർന്നു വന്ന ഗ്രീക്ക് സിവിലൈസേഷനും റോമ നാഗരികതയുമാണ്. ഇതിൽ ഗ്രീക്ക് സിവിലൈസേഷൻ നമ്മളെടുത്താൽ നമുക്കറിയാവുന്നതുപോലെ ഗ്രീക്ക് പ്രദേശം ഇപ്പോഴത്തെ മെഡിറ്ററേനിയൻ റീജിയണിൽ അവിടെ കിടക്കുന്ന കുറേ ദ്വീപ സമൂഹങ്ങളാണ്, ചെറുതും വലുതുമായ ദ്വീപ സമൂഹങ്ങളാണ് അവിടെയാണ് ഗ്രീക്ക് സിവിലൈസേഷൻ ഇവോൾവ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗ്രീസിലെ ജനത, നമ്മൾ ഇന്ത്യക്കാർ നമ്മളെ ഭാരതീയർ എന്ന് വിളിച്ചിരുന്നത് പോലെ ഗ്രീസിലെ ജനത അവരുടെ ആൻസസ്റ്ററായിട്ടുള്ള ഹെലൻ്റെ പേരിൽ നിന്നും ഇവോൾവ് ചെയ്ത ഹെലാസ് എന്ന പേരിലാണ് ഗ്രീസിലെ ജനത അവരെ വിളിച്ചിരുന്നത്. ഗ്രീസിലെ ജനത ഹെലാസ് എന്ന പേരിലാണ് അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്നാണ്, ആ വാക്കിൽ നിന്നാണ് ഹെലനീസ് സിവിലൈസേഷൻ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ ഇവോൾവ് ചെയ്തത്. BC 1500 ഡോറിയൻസ് ഗ്രീക്കിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മെസീനിയൻ സിവിലൈസേഷൻ, നിലവിലുണ്ടായിരുന്ന മെസീനിയൻ സിവിലൈസേഷൻ തകർച്ചയിലേക്ക് എത്തുകയും 1100 മുതൽ 800 വരെ കാലഘട്ടത്തിൽ അതൊരു ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോയി എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഡാർക്ക് ഏജ്, ഗ്രീസിൻ്റെ ചരിത്രത്തിൽ ഡാർക്ക് ഏജ് എന്നാണ് ആ കാലഘട്ടത്തെ വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഗ്രീസിൻ്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ചുറ്റും കടലിനാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. അതുപോലെ അത് എല്ലാം തന്നെ മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ഓരോ വില്ലേജുകളും സ്വയം സെക്ലൂഡഡാണ്, മറ്റ് വില്ലേജുകളിൽ നിന്നും ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വില്ലേജ് കൾച്ചറാണ് അവിടങ്ങളിൽ ഇവോൾവ് ചെയ്ത് വരികയുണ്ടായത്. അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഗ്രീസിൻ്റെ മുൻപുണ്ടായിരുന്ന നേട്ടങ്ങളൊന്നും തന്നെ ഉയർത്തിപ്പിടിക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ കാലഘട്ടത്തിൽ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ 800 BCക്ക് ശേഷം 800 BCയോടുകൂടി അവിടങ്ങളിൽ ഒരു നിലവിലുണ്ടായിരുന്ന ഈ വില്ലേജ് കൾച്ചറിനെ മാറിയിട്ട് വില്ലേജ് കൾച്ചറിൻ്റെ കുറച്ചും കൂടെ ഓരോ ദ്വീപങ്ങളും പ്രത്യേക സിറ്റികൾ ഡെവലപ്പ് ചെയ്ത് വരികയും അങ്ങനെ പ്രത്യേക സിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാവുകയും അങ്ങനെ സിറ്റി സ്റ്റേറ്റുകളായിട്ട് ഓരോ ദ്വീപുകളും ഇവോൾവ് ചെയ്ത് വരികയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ഏതൻസ്, സ്പാർട്ട, കൊറിന്ത് ഒക്കെയുള്ള അതുപോലെ ഉള്ള സിറ്റി സ്റ്റേറ്റുകൾ 800 BCയോടുകൂടി ഗ്രീസിൽ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇതിന് ശേഷമാണ് അതോടുകൂടിയാണ് ഗ്രീസിൻ്റെ നാഗരികത നമ്മൾ വിളിക്കുന്ന ഗ്രീക്ക് സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. ഈ സിറ്റി സ്റ്റേറ്റുകൾ ആണ് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് സിറ്റി സ്റ്റേറ്റുകൾ ഇവോൾവ് ചെയ്തതോടുകൂടിയാണ് ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഔന്നത്യം ആരംഭിക്കുന്നത്. നമുക്ക് അറിയാം, ഏതൻസിൽ നമുക്ക് അടുത്ത മാപ്പിൽ കാണിക്കാം. ഇതിൽ കാണിക്കുന്നത് പോലെ ഏതൻസ്, സ്പാർട്ട പോലുള്ള നഗരങ്ങൾ ഇവോൾവ് ചെയ്യുകയും അവ നഗര രാഷ്ട്രങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇതിൽ സ്പാർട്ട, പെലപ്പൊണീസിലെ ഭാഗത്ത് സ്പാർട്ട പ്രധാനപ്പെട്ട ഒരു നഗരമായി, അതുപോലെ കൊറിന്ത് പ്രധാനപ്പെട്ട ഒരു നഗരരാഷ്ട്രമായിരുന്നു കൊറിന്ത്, അതുപോലെ ഏതൻസ്, അങ്ങനെയുള്ള നഗരരാഷ്ട്രങ്ങൾ വളർന്നു വരികയും ഈ നഗരരാഷ്ട്രങ്ങളുടെ വളർച്ചയോടുകൂടി ഗ്രീക്കിൻ്റെ സിവിലൈസേഷൻ പുതിയ ഔന്നത്യത്തിലേക്ക് എത്തുകയും ചെയ്തു.
എന്നാൽ ഈ നഗരരാഷ്ട്രങ്ങളെല്ലാം ഒരേപോലെയുള്ള ഒരു സംസ്കാരങ്ങളായിരുന്നില്ല വളർന്നു വന്നിരുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പിന്നെ അവരുടെ കൾച്ചറലായിട്ടുള്ള അതുപോലെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് ഈ പെലപ്പൊണീഷ്യൻ സിറ്റികളായിരുന്ന കൊറിന്തും ആർഗോസുമാണ് ആദ്യം ഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സ്പാർട്ട അവിടെ വളർന്നു വരികയും സ്പാർട്ട സാംസ്കാരികമായിട്ട് വളർന്നു വരികയും ഈ പെലപ്പൊണീഷ്യൻ റീജിയനിലുള്ള പ്രധാനപ്പെട്ട കൾച്ചറായിട്ട് അവിടെ വളർന്നു വരികയുണ്ടായി. അതുപോലെ അറ്റിക്കയിൽ ഏതൻസാണ് പ്രധാനപ്പെട്ട ഒരു സിറ്റി സ്റ്റേറ്റ് ആയിട്ട് വളർന്നത്. നമുക്കറിയാം ഈ ഗ്രീക്ക് കൾച്ചറിൻ്റെ തന്നെ ഗ്രീക്ക് സിവിലൈസേഷൻ്റെ തന്നെ പ്രധാന കേന്ദ്രമായിട്ട് ഏതൻസാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞ നഗരരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഉള്ള നഗരരാഷ്ട്രങ്ങൾ പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ അവ മൊണാർക്കികളായിരുന്നു. പിന്നീട് പതുക്കെ അവ ഒലിഗാർക്കിയിലേക്കും തുടർന്ന് വിപ്ലവത്തിലൂടെ ഒലിഗാർക്കിയിൽ നിന്ന് നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഡെമോക്രസിയായിട്ടും അതുപോലെ ടിമോക്രസികളായിട്ടും വളർന്നു വരികയുണ്ടായി. ആദ്യഘട്ടത്തിൽ ഒലിഗാർക്കികളായിരുന്ന മൊണാർക്കികളായിരുന്ന നഗരരാഷ്ട്രങ്ങൾ മാറ്റങ്ങളിലൂടെ ഒലിഗാർക്കികളായിട്ടും പിന്നീട് തുടർന്ന് ഈ ഡിക്റ്റേറ്റർമാർക്കെതിരായിട്ടുള്ള വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ അവ ജനാധിപത്യ രാഷ്ട്രരൂപങ്ങളായിട്ട് മാറുകയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഡെമോക്രസി എന്ന ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ ഇവോൾവ് ചെയ്ത അതിൽ നിന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്ന ഡെമോക്രസി എന്ന വാക്യം ഉണ്ടായത്. ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം എന്നുള്ളത്. എന്നാൽ ഈ ജനാധിപത്യം നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസോടുകൂടിയ ഒരു ജനാധിപത്യ സംവിധാനമായിരുന്നില്ല. ഈ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത അവിടെ ഗ്രീക്കിൽ ജനത, നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, ഗ്രീക്ക് ജനത ഇതിലുണ്ടായിരുന്ന ക്ലാസ് ഡിവിഷനിൽ അപ്പർ ക്ലാസിൻ്റെ ഡോമിനൻസിലുള്ള ഒരു സംവിധാനമായിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് പൂർണ്ണമായി വോട്ടവകാശം ഒന്നും ഇല്ലാത്ത ഒരു ജനാധിപത്യം. അതായത് ആധുനിക ജനാധിപത്യം രൂപത്തിൻ്റെ ഒരു പ്രാഗ്രൂപമാണ് ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലുണ്ടായിരുന്ന ഇവോൾവ് ചെയ്ത ഡെമോക്രസി. അതുപോലെ ടിമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സിറ്റി സ്റ്റേറ്റുകളിൽ വന്ന അഡ്മിനിസ്ട്രേഷനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂനികുതി അടയ്ക്കുന്ന, ഭൂമിയുടെ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജന്മികൾ, നമ്മൾ ഇവിടെ ജന്മികൾ എന്ന് വിളിക്കുന്ന ഭൂവുടമകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഭൂവുടമകളുടെ ഭരണമാണ് ഇത് ടിമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി ജനാധിപത്യമാണെങ്കിൽ ടിമോക്രസി എന്നത് ഭൂവുടമകളുടെ ഭരണമാണ്. ഈ ഭൂമിയുടെ അവകാശം ഉണ്ടാകുന്നത് മൂലം വെൽത്തിൻ്റെ ഒരു പ്രധാന ഏകകമായിട്ട്, സ്വത്ത് അളക്കുന്നതിൻ്റെ പ്രധാന ഏകകമായിട്ട് ഭൂവുടമത്ത വ്യവസ്ഥ, അതായത് മുമ്പ് സൂചിപ്പിച്ച പോലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്വത്തിൻ്റെ വെൽത്തിൻ്റെ ഏകകമായിട്ട് മാറുന്നതോട് ഭൂമിയുടെ മുകളിൽ കൂടുതൽ ഭൂമിയുള്ളവൻ, കൂടുതൽ സ്വത്തുള്ള ആൾ എന്ന രീതിയിൽ പരിഗണന വരുന്നതോടുകൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന മൊണാർക്കികളിൽ നിന്ന് ഒലിഗാർക്കിയിലേക്ക്, ഭൂവുടമകളുടെ ഇതായിട്ടുള്ള ഒരു ഒലിഗാർക്കിക് സിസ്റ്റത്തിലേക്ക് ഗ്രീസ് മാറുന്നത്. ഈ ഭൂമിയുടെ മുകളിലുള്ള ഉടമസ്ഥാവകാശമാണ് ഗ്രീക്കിൻ്റെ നാഗരികതയുടെ വളർച്ചയിൽ നിർണായകമായത് എന്നാണ് സാരം. ഈ രീതിയിലുള്ള ഒലിഗാർക്കികൾ വളർന്നു വരികയും പിന്നീട് സ്വാഭാവികമായിട്ടും ഈ ഒലിഗാർക്കികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കുടുംബാധിപത്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിപ്ലവം ഇപ്പോൾ വളർന്നു വരുന്നതിലൂടെയാണ് ഗ്രീക്കിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഈ സ്വത്തുള്ള ആളുകൾ സംഘടിക്കുകയും അവർ രാജാവിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ രാജാധിപത്യം എന്നുള്ള കിങ്ഷിപ്പ് സംവിധാനം തന്നെ ഇല്ലാതാവുകയും തുടർന്ന് ഒരു തരത്തിലുള്ള ഒരു ഒലിഗാർക്കിക് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഇവോൾവ് ചെയ്ത് വരികയും ചെയ്തു. ഈ ഒലിഗാർക്കികൾക്കെതിരെയും സമരം ഇവോൾവ് ചെയ്ത് വന്നതിന് ശേഷമാണ്, വിപ്ലവം വളർന്നു വന്നതിന് ശേഷമാണ് ഒലിഗാർക്കികൾ മാറിയിട്ട് ഡെമോക്രസി എന്ന് നമ്മൾ വിളിക്കുന്ന ഡെമോക്രാറ്റിക് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ മാറുന്നത്. തുടർന്ന് ഈ ഗ്രീക്ക്
നഗരരാഷ്ട്രങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നതോട് കൂടിയിട്ട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ, അതായത് വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമുള്ള തിൻലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം ഇവർ കണ്ടെത്തുകയും ആ പ്രദേശങ്ങളുടെ മുകളിൽ ആധിപത്യം ഈ നഗരരാഷ്ട്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ കൊറിന്ത് പോലുള്ള നഗരരാഷ്ട്രങ്ങൾ, സ്പാർട്ട പോലുള്ള നഗരരാഷ്ട്രങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന തിൻലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലെല്ലാം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും അവയെ ഇവരുടെ കോളനികളാക്കി മാറ്റുകയും ചെയ്തു. ഈ നഗരരാഷ്ട്രങ്ങളുടെ കോളനികളാക്കി മാറ്റുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വ്യാപനമാണ്, ടെറിട്ടോറിയൽ ആയിട്ടുള്ള എക്സ്പാൻഷനാണ് ഗ്രീക്ക് നഗരരാഷ്ട്രത്തിൻ്റെ, ഗ്രീക്ക് സിവിലൈസേഷൻ്റെ, പ്രത്യേകിച്ച് അതിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അഗ്രികൾച്ചറലായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്നു. ഈ പ്രൊഡക്ഷൻ മാത്രമല്ല സർപ്ലസ് പ്രൊഡക്ഷനിലേക്ക് എത്തുകയും ചെയ്യുന്നതോടു കൂടിയിട്ടാണ് ഈ ഗ്രീക്ക് നഗരരാഷ്ട്രത്തിൻ്റെ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ തുടങ്ങുന്നത്. മാത്രമല്ല ഇങ്ങനെ കോളനികൾ സ്ഥാപിക്കുന്നതിലൂടെ ഈ കടൽത്തീരത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ഇവർക്ക് പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാനും, അതായത് ഈ വ്യാപാരത്തിൻ്റെ അന്നത്തെ ഒരു എക്സ്ചേഞ്ച്, ഈ ഇൻട്രാ ഐലൻഡുകളായിട്ടുള്ള, അതായത് ഈ ദ്വീപുകൾക്കിടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാനും, അങ്ങനെ ഒരു ഏകീകരണം, ഒരു ഐക്യം ഈ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ ഇവോൾവ് ചെയ്യുന്നതിനൊക്കെ കാരണമായത് ഇത്തരത്തിലുള്ള ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ആണ്. ഇത്തരത്തിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ്റെ ഒരു ഔന്നത്യത്തിലെത്തുമ്പോൾ ആ ടെറിട്ടോറിയൽ എക്സ്പാൻഷനിലൂടെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഷോറുകൾ, തീരപ്രദേശങ്ങൾ, അതുപോലെ അവിടേക്ക് പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും കച്ചവടം വ്യാപകമാവുകയും സ്വാഭാവികമായി കച്ചവടത്തിൻ്റെ തോത് കൂടുന്നതോടുകൂടി അർബനൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ തോത് റാപ്പിഡായിട്ട് വളർന്നു വരികയുണ്ടായി. ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഈ അർബനൈസേഷൻ, അതുപോലെ ഈ കൂടുതൽ ടെറിട്ടോറിയൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ, സ്റ്റേറ്റുകൾ, അതായത് സ്റ്റേറ്റുകൾക്കിടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കൊണ്ട് ഇൻ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വളരുന്നതോട് കൂടിയിട്ട് ഈ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ അതിൻ്റെ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തുകയും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതിലൂടെ ആളുകൾ സംഘടിക്കുകയും ചെയ്തു എന്നുള്ള, അങ്ങനെ ജനങ്ങൾ, വിവിധ നഗരരാഷ്ട്രങ്ങളിലുള്ള ജനങ്ങൾ, അതായത് വിവിധ സിറ്റികളിലുള്ള നഗരങ്ങളിലുള്ള ജനങ്ങൾ സംഘടിക്കുകയും അതായത് ഇത്തരത്തിലുള്ള ഒലിഗാർക്കിക്കെതിരായിട്ട് സമരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ സമരത്തിലൂടെ ഈ ടിറണിക്കെതിരായിട്ടുള്ള, ഇവിടുത്തെ ഒലിഗാർക്കിക്കലായിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള സമരങ്ങളിലൂടെ ആളുകളുടെ ഉള്ളിൽ ഒരു ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്, അതായത് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, രാഷ്ട്രീയ അവബോധം വളർന്നു വരികയും ആ തരത്തിൽ ജനങ്ങളുടെ ഇടയിലുള്ള അവബോധം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടേതായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ, അതായത് ജനങ്ങൾ ഭരണത്തെ തിരഞ്ഞെടുക്കുന്ന, ജനങ്ങൾ റൂളേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ, അതായത് ജനങ്ങളുടേതായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ വളർന്നു വരികയും, അതായത് നമുക്ക് ഇന്ന് വിളിക്കാവുന്ന ഡെമോക്രസി എന്ന് വിളിക്കുന്ന ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു പൂർവ്വരൂപമായിട്ടുള്ള ആക്ച്വൽ ഡെമോക്രസി, അതായത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അവിടെ ഇവോൾവ് ചെയ്ത് വരികയും ആണുണ്ടായത്. ഈ ഡെമോക്രസിയിൽ നിന്നാണ് അതിൻ്റെ ഡെവലപ്ഡ് ഫോമാണ് നമ്മൾ ഇന്നത്തെ ജനാധിപത്യം എന്നുള്ളത് ആനുഷംഗികമായിട്ട് സൂചിപ്പിക്കാം. ഈ പെരിക്ലിസിൻ്റെ കാലഘട്ടം ഗ്രീക്ക് നാഗരികതയുടെ ഗോൾഡൻ ഏജ് എന്നാണ് വിളിക്കുന്നത്. ഈ പെരിക്ലിയൻ കാലഘട്ടത്തിൽ ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഗോൾഡൻ ഏജിൻ്റെ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്കിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലാസുകൾ, വ്യത്യസ്ത വർഗങ്ങൾക്കിടയിലുള്ള അന്തരം കുറയുകയും, അതായത് ഒരു തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ, ഒരു സമത്വത്തിലധിഷ്ഠിതമായ ഒരു സംവിധാനത്തിലേക്ക് ഗ്രീസ് മാറുകയും ചെയ്തു. ഏതൻസിൽ അത്തരത്തിലുള്ള ഒരു സമത്വത്തിലധിഷ്ഠിതമായ ഒരു സംവിധാനം, സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സിസ്റ്റം ഓഫ് ഗവേണൻസ് ഏതൻസിൽ വളർന്നു വരികയുണ്ടായി.
അങ്ങനെയാണെങ്കിലും അതായത് നമുക്ക് ഈ നമ്മളിപ്പോൾ പറയുന്ന പോലെ പൂർണ്ണമായ ഒരു സമത്വത്തിൻ്റേതായിട്ടുള്ളൊരു സോഷ്യലിസ്റ്റിക് സിസ്റ്റം ആയിരുന്നില്ല അവിടെ. ഗ്രീസിലെ ജനത 3 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വിഭാഗം സിറ്റിസൺസ്, രണ്ടാമത്തെ മെറ്റിക്സ്, മൂന്നാമത്തെ സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്ന 3 കാറ്റഗറി ഓഫ് പീപ്പിളാണ് ഗ്രീസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവയ്ക്കിടയിലുള്ള അന്തരം ഈ ഒരു കാലഘട്ടം പെരിക്കിൾസിൻ്റെ കാലഘട്ടമാവുന്നതോടുകൂടിയിട്ട് ഈ ക്ലാസ്സുകൾക്കിടയിലുള്ള അന്തരം കുറയുകയും അവർക്ക് അഡ്മിനിസ്ട്രേഷനിലുള്ള തുല്യത, പങ്കാളിത്തം ആളുകൾക്ക് ഉയർന്നു വരികയും അതായത് സ്ലേവ്സ് ഉൾപ്പെടെയുള്ള ക്ലാസ്സിനെ ഇത് സ്വന്തമായി വേജ്ഡ് ലേബർ, അതായത് കൂലി വേല ചെയ്യാനും സ്വന്തമായിട്ട് സമ്പാദിക്കാനും ഈ സ്ലേവറിയിൽ നിന്നും മാറാനുമൊക്കെയുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ടായിരുന്നു. അതായത് ഒരു തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ ഫോം, നമുക്ക് ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് ഇഗാലിറ്റേറിയൻ സിസ്റ്റം ആയിരുന്നില്ലെങ്കിലും ഒരു സമത്വത്തിൻ്റേതായിട്ടുള്ള ഒരു രൂപം അവിടെ വളർന്നു വരികയുണ്ടായി. ഒരു സോഷ്യൽ സിസ്റ്റം ഏതൻസിൽ ഈ പെരിക്കിൾസിൻ്റെ കാലഘട്ടത്തോടുകൂടി ഇവോൾവ് ചെയ്തു വരികയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ആ പീരീഡിനെ ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ ഗ്രീക്ക് സിവിലൈസേഷൻ, അതായത് പെരിക്കിൾസിൻ്റെ കാലഘട്ടത്തിന് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സമത്വം എന്ന് പറയുന്ന ഒരു ആശയം ആ സമയത്ത് എവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ടാണ് ജനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, അഥവാ സിറ്റിസൺസ് എന്നും മെറ്റിക്സ് എന്നും സ്ലേവ്സ് എന്നും വിളിക്കുന്ന 3 കാറ്റഗറി ഓഫ് പീപ്പിളായിട്ടാണ് ഏതൻസിലെ ജനത ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇവർക്കിടയിലുള്ള ഇവരുടെ ഒരു സാഹചര്യങ്ങൾ, അതായത് നമുക്ക് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലവിലുണ്ടായിരുന്നു. അതായത് ആളുകൾക്ക് ഭക്ഷണം, അതുപോലെ വസ്ത്രം, മറ്റൊക്കെ കാര്യങ്ങളിൽ ഈ വ്യത്യസ്ത ക്ലാസ്സുകളിൽപ്പെട്ട ആളുകൾക്കിടയിൽ തുല്യത ഉണ്ടായിരുന്നു. അതായത് ആർഭാടങ്ങൾ കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. കാരണം ലേബറിൻ്റെ വേജിൽ, കൂലിയിൽ ഉള്ള ഐക്യമാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ജോലി ചെയ്തിരുന്ന വ്യത്യസ്ത വിഭാഗം ആളുകൾക്ക് ഒരേ കൂലിയാണ് ലഭിച്ചിരുന്നത്. വ്യത്യസ്ത ജോലി ചെയ്തിരുന്ന കാർപ്പൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഏകദേശം ഒരേ കൂലിയാണ് നിലവിലുണ്ടായിരുന്നത്, ഒരേ കൂലി സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു തരത്തിൽ ഐക്യമുണ്ടായിരുന്നു. എന്നാൽ ആ കൂലി വളരെ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ആ ഘട്ടത്തിൽ സാധ്യമാവുമായിരുന്നില്ല. അതുകൊണ്ട് ഈ ആളുകൾ പണക്കാരും പാവപ്പെട്ടവരും എന്നുള്ള 2 ക്ലാസ് അവിടെ നിലവിലുണ്ടായിരുന്നെങ്കിലും ആളുകൾക്കിടയിലുള്ള ജീവിത രീതിയിൽ, ജീവിത സാഹചര്യത്തിൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഐക്യം, ജീവിത ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തമ്മിലുള്ള ഒരു സമാനത ഉണ്ടായിരുന്നു. വ്യത്യസ്ത ക്ലാസ്സുകളിൽപ്പെട്ട ആളുകൾക്കിടയിൽ സമാനത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു പ്രാഗ് ഇഗാലിറ്റേറിയൻ ഫോം ഓഫ് ലൈഫാണ് ഈ ഘട്ടത്തിൽ ഏതൻസിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ, അതായത് ആളുകൾക്കിടയിലുള്ള ഈ അന്തരം കുറഞ്ഞിരുന്ന, ജീവിത നിലവാരത്തിൻ്റെയും സാംസ്കാരികമായിട്ടും ഒക്കെയുള്ള അന്തരം കുറഞ്ഞിരുന്ന, എന്നാൽ എല്ലാ ആളുകൾക്കും ഭക്ഷണം ലഭ്യമായിരുന്ന, ചികിത്സ ലഭ്യമായിരുന്ന ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന പേരിൽ ആണ് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യാറുള്ളത്. മാത്രമല്ല അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു ലിറ്റർജി സർവീസ് നിലവിലുണ്ടായിരുന്നു. അതായത് ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവർക്ക് ഈ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷന്, മിലിറ്ററിയുടെ മെയിൻ്റനൻസിന്, അതുപോലെ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ദാനം കൊടുക്കുന്നതിന്, അതായത് റീഡിസ്ട്രിബ്യൂഷന് ഒക്കെ അവരുടെ മുകളിൽ ഒരു തരത്തിലുള്ള നമുക്ക് വിളിക്കാവുന്ന ഒരു വെൽത്ത് ടാക്സ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ലിറ്റർജിക് സർവീസ് ഇവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ഈ തരത്തിലുള്ള കൊണ്ടുകൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ സിസ്റ്റം അവിടെ വളർന്നു വരാൻ സാധിച്ചത്. അപ്പോൾ അതിൽ പറഞ്ഞത് ഈ ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീക്ക് സിവിലൈസേഷൻ എന്നാണ് നമ്മൾ ഈ പീരീഡിനെ വിളിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ സിസ്റ്റം, ഒരു പ്രോട്ടോടൈപ്പ് ഓഫ് ഇഗാലിറ്റേറിയൻ സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു. അതിന് കാരണം ഈ ആളുകളുടെ വേജിലുള്ള തുല്യതയും, അതുപോലെ ഈ വെൽത്തിയർ ക്ലാസിൻ്റെ മുകളിൽ ചുമത്തിയിരുന്ന ലിറ്റർജിക് സർവീസസും, അതുപോലെ ആളുകളുടെ
ജീവിത നിലവാരത്തിൽ ജീവിത സൗകര്യങ്ങളുടെ കാര്യങ്ങളിലൊക്കെയുള്ള തുല്യതയുമാണ് ഒരു തരത്തിലുള്ള എ കൈൻഡ് ഓഫ് ഇഗാലിറ്റേറിയൻ സോഷ്യൽ സിസ്റ്റത്തിലേക്ക് ഗ്രീസിലെ ജനതയ്ക്ക് വരാൻ സാധിച്ചത്. അതുകൊണ്ട് ആ ഇഗാലിറ്റേറിയൻ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പീരീഡിനെ നമ്മൾ ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്നു. അത്രയാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമ്മൾ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച 3 ക്ലാസ് ഓഫ് പീപ്പിളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അപ്പർ ക്ലാസ്സാണ് നമ്മൾ സിറ്റിസൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്, പൗരന്മാർ. അവരാണ് ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഈ ഭരണകർത്താക്കൾ തിരഞ്ഞെടുക്കുന്നത് അവരാണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതുകൊണ്ടാണ് അവരെ പൗരന്മാർ എന്ന് നമ്മൾ സിറ്റിസൺ എന്ന് വിളിക്കുന്നത്. ഈ വാക്കിൽ നിന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റിസൺറി എന്നുള്ള രൂപം, സിറ്റിസൺഷിപ്പ് ഒക്കെ ഇവോൾവ് ചെയ്തത്. അത് ഈ സിറ്റിസൺഷിപ്പിൻ്റെ എവല്യൂഷനും വളരെ പ്രധാനമാണ്. ഈ സിറ്റിസൺഷിപ്പ് ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വെൽത്തിയർ ക്ലാസ്സിലാണ് സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്. അവർ ഏകദേശം 1,60,000 വരുന്ന അംഗസംഖ്യയാണ്. അതിൽ കൂടിയിട്ടില്ല. അതായത് പരമാവധി അംഗസംഖ്യ എന്നുള്ളത്, സിറ്റിസൺഷിപ്പിൻ്റെ പരമാവധി അംഗസംഖ്യ എന്നുള്ളത് 1,60,000 സിറ്റിസൺഷിപ്പ് നമ്മൾ ഇപ്പോൾ പറയാറുള്ളത് പോലെ 2 രീതിയിലാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ഒന്നാമത് ഒരു സിറ്റിസൺ ആയിട്ടുള്ള ഒരു വെൽത്തിയർ ആയിട്ടുള്ള ഭൂവുടമയുടെ മകനായിട്ട് ജനിക്കുന്നതിലൂടെ ഈ സിറ്റിസൺഷിപ്പ് പുരുഷന്മാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. സിറ്റിസൺഷിപ്പ് ഒരു വെൽത്തിയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ കാറ്റഗറിയിൽ വരുന്ന അച്ഛൻ്റെ മകനായി ജനിക്കുന്നതിലൂടെ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമായിരുന്നു. അതുപോലെ നിയമം വഴിയും ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അത് വളരെ റയറായിട്ടായിരുന്നു അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസ്സാണ് മെറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗം. മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവർ വെൽത്തിയർ പുരുഷന്മാരാണ്, കച്ചവടക്കാരാണ്. പക്ഷേ അവർ ഗ്രീക്ക് സിറ്റിസൺഷിപ്പിൽ ഇല്ല. അതായത് പ്രത്യേകിച്ചും അവർ ഏതൻസിൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത വിഭാഗമായിരുന്നു ഈ മെറ്റിക്സ് എന്ന് പറയുന്ന കാറ്റഗറി. അവർ ഏതൻസിന് പുറത്തുള്ള ഗ്രീക്കിലെ മറ്റ് നഗരരാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. പ്രധാനമായിട്ടും അവർ കച്ചവടക്കാരായിരുന്നു. പക്ഷേ അവർ ഏതൻസിൽ താമസിക്കുന്ന ആളുകളാണ്. ഏതൻസിൽ താമസിക്കുന്ന നോൺ ഏതൻസ് ഗ്രീക്ക് സിറ്റിസൺ ആയിരുന്നു. ഗ്രീക്കിൽ നോൺ ഏതൻസിൽ പുറമെയുള്ള മറ്റ് നഗരരാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന, എന്നാൽ ഏതൻസിൽ സെറ്റിൽ ചെയ്ത കച്ചവടവും മറ്റുമായിട്ടൊക്കെ ജീവിക്കുന്ന വെൽത്തിയർ ആയിട്ടുള്ള പുരുഷന്മാരാണ് മെറ്റിക്സ്. പക്ഷേ അവർക്ക് ഈ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ടോ അത്തരത്തിലുള്ള യാതൊരു പൊളിറ്റിക്കൽ അവകാശങ്ങളും, രാഷ്ട്രീയ അവകാശങ്ങളും പൊളിറ്റിക്കൽ റൈറ്റും ഇവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വെൽത്തിയർ ആയിട്ടുള്ള ക്ലാസ് ഓഫ് മെന്നാണ്. അവർ ദേ ആർ സെറ്റിൽഡ് ഇൻ ഏതൻസ്, ബട്ട് ദേ ആർ നോട്ട് സിറ്റിസൺസ് ഓഫ് ഏതൻസ്. അവർക്ക് ഏതൻസിൽ സിറ്റിസൺസ് അല്ല, അതുകൊണ്ട് തന്നെ സിറ്റിസൺഷിപ്പ് ഇല്ല. പക്ഷേ അവർ വെൽത്തിയർ ആയിട്ടുള്ള ഏതൻസിൽ സെറ്റിൽ ചെയ്ത മറ്റ് നഗരരാഷ്ട്രങ്ങളിൽ നിന്നും പുറമേ നിന്നും ഒക്കെ വന്ന ആളുകളാണ്. അവർ വെൽത്തിയർ ക്ലാസ്സാണ്. പക്ഷേ അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകൾ. ഇനി അവർ മറ്റ് സാധാരണ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഈ സ്ലേവ് ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ ആയിരുന്നില്ല ഗ്രീക്കിലെ മെജോറിറ്റി എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഇത് നമ്മൾ മറ്റ് സംസ്കാരങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ സ്ലേവ്സാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ക്ലാസ് ഓഫ് പീപ്പിളാണ് സാധാരണ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ലോവസ്റ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ സ്ലേവ്സാണ് എല്ലാ സംസ്കാരങ്ങളിലും മെജോറിറ്റി ആയിരുന്നെങ്കിൽ, ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഈ ഏതൻസിലിൻ്റെ പ്രത്യേകത അവിടുത്തെ മെജോറിറ്റി ഈ സ്ലേവ്സ് ആയിരുന്നില്ല, പകരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിറ്റിസൺ ആയിരുന്നു. അതും കൂടെ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഇക്വാളിറ്റി നിലനിൽക്കുന്നതിന് കാരണമായി. ഇത് ഭൂരിപക്ഷം ജനതയും അവകാശങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളായിരുന്നത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട് ഏതൻസിന് വളരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഏതൻസ് സ്ലേവ് ആയിരുന്നില്ല ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗം, ഭൂരിപക്ഷം ജനങ്ങളും. മാത്രമല്ല ഈ സ്ലേവ്സിനെ സംബന്ധിച്ച് മറ്റ് നാഗരികതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് വേജ് ലേബറിൽ കൂലിപ്പണി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അടിമകൾക്ക് തന്നെ അടിമപ്പണികൾക്കൊപ്പം അവർക്ക് ഈ വേജ് ലേബറായിട്ട് ചെയ്യാനും കൂലി സമ്പാദിക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. കൂലി സമ്പാദിക്കാനും അതുപോലെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും ഒക്കെയുള്ള സ്വത്ത് ഉടമകളാവാനൊക്കെയുള്ള അവകാശം ഈ ഏതൻസിലുള്ള സ്ലേവ്സിന് ഉണ്ടായിരുന്നു.
എന്നാൽ നമ്മൾ അത് ഏതൻസിൽ അങ്ങനെ ഒരു ഈ അവർക്ക് അടിമകൾക്ക് സ്ലേവ്സിന് സ്വത്തുണ്ടാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂലി വേല ചെയ്ത് അവർക്ക് അവരുടെ സിറ്റുവേഷൻ മാറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ജനറൽ പിക്ചർ പറയുമ്പോഴും അവിടുത്തെ മൈനുകളിൽ ജോലി ചെയ്തിരുന്ന ജനങ്ങളുടെ അടിമകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു ഈ ഏതൻസിലും ഉണ്ടായിരുന്നത്. ഈ ഗോൾഡൻ ഏജിൽ ഒക്കെ ആണെങ്കിലും അവിടുത്തെ സ്ലേവ്സിന്, ഈ മൈനുകളിൽ ജോലി ചെയ്യുന്ന സ്ലേവ്സ്, ഖനികളിൽ ജോലി ചെയ്യുന്ന സ്ലേവ്സിനെ സംബന്ധിച്ച് അവരുടെ ജീവിതം അപ്പോഴും അവിടെയും ദുരിതപൂർണ്ണമായിരുന്നു. സ്ലേവ്സിന്, സാധാരണ അടിമകൾക്ക് സ്വത്ത് ഓൺ ചെയ്യുന്നതിനും അതുപോലെ വേജിന് കൂലിക്ക് ജോലി ചെയ്യുന്നതിനൊക്കെയുള്ള അവകാശം ഉണ്ടായിരുന്നപ്പോഴും ഖനികളിൽ ജോലി ചെയ്തിരുന്ന അടിമകളെ സംബന്ധിച്ച് മറ്റ് സംസ്കാരങ്ങളിൽ ഇതുപോലെ തന്നെ വളരെ പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഈ ഗോൾഡൻ ഏജിൽ ഏതൻസിലും ഉണ്ടായിരുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ലാത്തത് കൊണ്ടും കൂടിയാണ്. അതായത് വെൽത്തിയർ ആയിട്ടുള്ള ക്ലാസ്സിനും, അതായത് സമൂഹത്തിലെ അപ്പർ സ്ട്രാറ്റയിൽ വരുന്ന അല്ലെങ്കിൽ മെട്രിക്സ് ആയിട്ടുള്ള ഇടനിലയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും തന്നെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകാതിരുന്നത് കൊണ്ടുകൂടിയാണ്. അതായത് ഉദാഹരണത്തിന് സാധാരണ ടീച്ചേഴ്സ്, അതുപോലെ സ്കൾപ്ചേഴ്സ്, മറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ, കാർപ്പൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കൽപ്പണിക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഒരു തരത്തിലുള്ള ഐക്യരൂപത്തിലുള്ള കൂലിയാണ് ലഭ്യമായിരുന്നത്. അവരുടെ വരുമാനം ഏകദേശം തുല്യമായിരുന്നത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് കൂടുതൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ജീവിതത്തിൽ സമ്പാദിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിത രീതി വളർത്തിയെടുക്കുന്നതിനോ സാധ്യമായിരുന്ന ഇത്തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ, മുമ്പ് സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുടെ അപ്രാപ്യതയായിരുന്നു അവരെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിട്ട് ആ സമയത്ത് ഇവോൾവ് ചെയ്യാനുണ്ടായ സാഹചര്യം ഒരുക്കിയത് എന്ന് പറയാം. ഇനി സ്പാർട്ടയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പെലപ്പൊണീഷ്യൻ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ അതിൻ്റെ പ്രാമുഖ്യത്തിലേക്ക് വളർന്ന, ഔന്നത്യത്തിലേക്ക് ഉയർന്നു വന്ന ഒരു നഗരരാഷ്ട്രമായിരുന്നു സ്പാർട്ട. ഈ സ്പാർട്ടയുടെ കാര്യത്തിൽ അവിടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് ഇവോൾവ് ചെയ്തില്ല എന്നുള്ളതാണ്. സ്പാർട്ട പകരം ഈ ഒലിഗാർക്കിയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്കാണ് സ്പാർട്ട മാറിയത്. BC 640 മെസീനിയൻ എന്ന് പറഞ്ഞ ജനത ഈ അർഗോസിൻ്റെ സഹായത്തോടു കൂടി സ്പാർട്ട ആക്രമിച്ചു. പക്ഷേ ഈ മെസീനിയൻസിനെ അവർ അടിച്ചമർത്തിയെങ്കിലും, അവരെ തുരത്തിയെങ്കിലും സ്പാർട്ടൻ ലൈഫിൽ എപ്പോഴും ഈ മെസീനിയൻസിനോടുള്ളൊരു ഭയം, മെസീനിയൻസ് ആക്രമിച്ച് തങ്ങളെപ്പോൾ വേണമെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നൊരു ഭയം സ്പാർട്ടൻ ജനതയ്ക്ക് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പാർട്ടൻ ജനത കൂടുതൽ, അതായത് പുതിയ മാറ്റങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പരിഷ്കാരങ്ങളിലേക്കൊന്നും പോയില്ല. അതായത് പുറത്തു നിന്നുള്ള ആളുകളെ വളരെ സംശയത്തോടു കൂടിയാണ് എപ്പോഴും അവർ കണ്ടത്. കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ, വിദേശികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവർ വളരെ സംശയത്തോടു കൂടിയാണ് കണ്ടത്. എപ്പോൾ വേണമെങ്കിലും, കാരണം മെസീനിയൻസ് ഇൻ ഡിസ്ഗൈസ് വന്ന് ഇവരെ ആക്രമിക്കാം എന്നുള്ളൊരു ഭയം സ്പാർട്ടൻ ജനതയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വിദേശികളുമായിട്ടും ഒക്കെ വളരെ സംശയത്തോട് കണ്ടിരുന്ന ആളുകൾ, അതുകൊണ്ട് അവരുടെ തന്നെ വ്യാപകമായിട്ടുള്ള കച്ചവടം അവിടെ വളർന്നില്ല. വിദേശികളുമായിട്ട് ബന്ധപ്പെടലുകളുടെ സാധ്യത അവർ പരമാവധി കട്ടയിൽ ചെയ്തിരുന്നുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള മാറ്റം ഈ സ്പാർട്ടൻ ജനതയ്ക്ക് ഉണ്ടായില്ല. മാത്രമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നേറ്റം സാധ്യമല്ലാത്തതുകൊണ്ട് വിദേശ ബന്ധങ്ങളും മറ്റൊക്കെ കുറഞ്ഞിരുന്ന ഒരു കച്ചവടം കൂടുതലില്ലാത്ത, അതായത് ഫോറിൻ ട്രേഡ് കൂടുതലില്ലാത്ത ഒരു നഗരരാഷ്ട്രം എന്ന നിലയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത ഒരു സ്പാർട്ടൻ ജനത വളരെ കൾച്ചറലി ബാക്ക്വേർഡായിട്ട്, അവരുടെ കൾച്ചറിന് മാറ്റങ്ങളില്ലാത്ത പഴയ ആ ഒരു രൂപത്തിൽ തന്നെ തുടരുന്നതിന് ഇത് കാരണമായി. ഈ മെസീനിയൻ ആക്രമണം ഭയന്നുകൊണ്ട് സ്പാർട്ടൻ ജനത പുറം ലോകവുമായിട്ട് ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അവർ പരമാവധി അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ തരത്തിൽ ഒരു കൾച്ചറലായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള ഒരു ചുരുങ്ങൽ ഈ സ്പാർട്ടൻ ജനതയ്ക്കുണ്ടായി. അത്തരത്തിൽ കൾച്ചറലായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് സ്പാർട്ടൻ ജനതയെ തടഞ്ഞു എന്ന് നമുക്ക്
പറയാൻ പറ്റും. അതുകൊണ്ടാണ് സ്പാർട്ടയിൽ അത്തരത്തിലുള്ള ഡെമോക്രറ്റിക് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടോ സാംസ്കാരികമായിട്ടോ ഒക്കെയുള്ള ഒരു മുന്നേറ്റം സ്പാർട്ടയിൽ സാധ്യമാവാതിരുന്നത് ഈ തരത്തിലുള്ള ഒരു ആഭ്യന്തര സംസ്കാരത്തിലേക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ ചുരുങ്ങി അവർ സ്വയം കൺഫൈൻ ചെയ്ത് ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആ തരത്തിലുള്ള ഒരു 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 ഡെവലപ്മെൻറ്റ്, കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാറ്റം, ഒരു റെവല്യൂഷൻ ഈ സ്പാർട്ടയിൽ സാധ്യമാവാതിരുന്നത്. ഈ സ്പാർട്ടയിൽ 2 രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ എന്നാൽ ഈ രാജാക്കന്മാരുടെ മുകളിൽ അസംബ്ലിക്ക് ഒരു 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 ലോഡ്സിൻ്റേതായിട്ടുള്ള, അതായത് ഭൂപ്രഭുക്കളുടെ ഒരു അസംബ്ലി, ഈ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്ന ഒരു അസംബ്ലി ഓഫ് എൽഡേഴ്സ് ഈ സ്പാർട്ടയിൽ ഉണ്ടായിരുന്നു. ആ സഭയിലുള്ള 28 അംഗങ്ങളുള്ള ഒരു സഭയാണ് അത്. ആ 28 അംഗങ്ങൾ എല്ലാവരും തന്നെ മുതിർന്ന ആളുകളായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ള എൽഡർ ആയിട്ടുള്ള ഒരു സഭയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജാവിൻ്റെ മുകളിൽ എപ്പോഴും സഭയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. കൗൺസിൽ അവിടുത്തെ നിയമനിർമ്മാണം മാത്രമല്ല, അതോടൊപ്പം തന്നെ ജുഡീഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കൂടെ, ഡ്യൂട്ടിയും കൂടെ ഈ കൗൺസിലിനുണ്ടായിരുന്നു. അവർ നിയമനിർമ്മാണത്തോടൊപ്പം തന്നെ ഈ കുറ്റങ്ങൾ ശിക്ഷ വിധിക്കുകയും കുറ്റങ്ങൾ ചെയ്യുകയും കുറ്റങ്ങളുടെ മുകളിൽ ശിക്ഷ വിധിക്കുന്ന ജുഡീഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടെ ഈ കൗൺസിലിന് ഉണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ വിദ്യാഭ്യാസം, അതുപോലെ വരുമാനത്തിൻ്റെ പുനർവിതരണം എല്ലാം ഈ കൗൺസിൽ നിയന്ത്രിച്ചിരുന്നു. ഇനി റോമ സാമ്രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഗ്രീക്ക് കാലഘട്ടത്തിൽ തന്നെ അതിനെ തുടർന്ന് ആ ഗ്രീക്കിൻ്റെ സ്വാധീനത്തിൽ വളർന്നു വന്ന ഒരു നാഗരികതയാണ് ഈ റോമൻ നാഗരികത. പക്ഷേ ഗ്രീക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റോമിൽ ഫെർട്ടൈലായിട്ടുള്ള ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കൃഷിക്ക് ഉപയുക്തമായ, കൃഷിക്ക് അനുയോജ്യമായ ഫെർട്ടൈൽ ഭൂമിയൊന്നും റോമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ആ രീതിയിലുള്ള ഒരു അഗ്രികൾച്ചറൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സർപ്ലസ് പ്രൊഡക്ഷൻ്റെ സാധ്യത റോമിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു എവല്യൂഷൻ, സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം റോമിൽ സാധ്യമായില്ല. അവർ പല കാര്യങ്ങളിലും ഗ്രീസിനെ കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. ഗ്രീസിൽ നിന്നും പല കാര്യങ്ങളും ഗ്രീസിൻ്റെ സ്വാധീനത്തിൽ, ഗ്രീസിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളെയും അതുപോലുള്ള കൾച്ചറലായിട്ടുള്ള നിർമ്മാണ രംഗത്തുള്ള മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ഗ്രീസിനെ കോപ്പി ചെയ്യുകയാണ് റോമിൽ ഉണ്ടായത്. റോം തുടക്കത്തിൽ ഈ ലാറ്റിയത്തിലുള്ള ഒരു ചെറിയ സ്റ്റേറ്റ് ആയിരുന്നു റോം എങ്കിലും അത് തുടർന്ന് അത് ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ കീഴടക്കി. അങ്ങനെ മാത്രമല്ല, തുടർന്ന് മെഡിറ്ററേനിയൻ റീജിയൻ, ഏഷ്യ മൈനർ ഒക്കെയുള്ള പ്രദേശങ്ങളിലേക്ക്, ഈജിപ്തിൻ്റെ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കീഴടക്കി എൻറ്റയർ ആയിട്ടുള്ള മെഡിറ്ററേനിയൻ റീജിയനിൽ സ്വാധീനമുയർത്തി അങ്ങനെ വളർന്നു വന്ന ഒരു സാമ്രാജ്യമായിട്ട് മാറിയതാണ് ഈ റോമൻ സാമ്രാജ്യം, റോമൻ എംപയർ എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ അടുത്ത് കിടക്കുന്ന ഒരു കോസ്റ്റൽ റീജിയൻ എന്നുള്ളതിൽ റോമ നഗരം വളരെ കച്ചവടത്തിന്, ഇത് കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഫോറിൻ ട്രേഡ്, വളരെ വിപുലമായ ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. ഈ വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഈ ഇന്ത്യ, ചൈന, അറേബ്യ പോലുള്ള പ്രദേശങ്ങളുമായിട്ടൊക്കെ ഇവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ആ രീതിയിൽ കച്ചവടത്തിലൂടെ വളർന്നു വന്ന ഒരു നഗരരാഷ്ട്രമാണ് ഈ റോം എന്ന് പറയുന്നത്. അത് റോം ഒരു ചെറിയ പ്രദേശത്തു നിന്നും വളർന്ന് എൻറ്റയർ ഇറ്റലി, സിസിലി, അതുപോലെ ഗ്രീസിൻ്റെ ഭാഗങ്ങളെല്ലാം, ആഫ്രിക്ക, ഏഷ്യ മൈനർ പോലുള്ള വടക്കേ ആഫ്രിക്ക, ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് വലിയ ഒരു സാമ്രാജ്യമായിട്ട് മാറിയിരുന്നു. ഈ ഗ്രീസിലെ ജനത പ്രധാനമായിട്ടും 2 ക്ലാസ്സാണ് അവിടെ ഉണ്ടായിരുന്നത്.
പെട്രീഷ്യൻസ് ആയിട്ടുള്ള ഉപരിവർഗവും പ്ലബിയൻസ് ആയിട്ടുള്ള സാധാരണക്കാരും. ഈ പെട്രീഷ്യൻസ് ആണ് അവിടുത്തെ ലോഡുകളായിരുന്ന അവിടുത്തെ സമൂഹത്തിൻ്റെ അപ്പർ ക്ലാസ് ഓഫ് പീപ്പിൾ ആയിരുന്നു പെട്രീഷ്യൻസ്. അവരാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയ അധികാരങ്ങളും സാമ്പത്തിക അവകാശങ്ങളും എല്ലാം കൈയാളിയിരുന്ന അവിടുത്തെ ഉപരിവർഗമായിരുന്നു പെട്രീഷ്യൻസ് എങ്കിൽ പ്ലബിയൻസ് സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകളായിരുന്നു. സാധാരണ വർക്കിംഗ് ക്ലാസ് ആയിരുന്നു, കൃഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് പ്ലബിയൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്തുള്ള ഈ ഒരു ഇറ്റലിയിലെ ഒരു ചെറിയ നഗരമായിരുന്ന റോം പിന്നീട് വളർന്ന് റോമ സാമ്രാജ്യമായിട്ട് വളർന്നു. ഈ എൻ്റയർ പ്രദേശങ്ങളിലൊക്കെ സ്വാധീനമുള്ള ഒരു സാമ്രാജ്യമായിട്ട് റോമൻ സാമ്രാജ്യമായിട്ട് റോം സിറ്റിയിൽ നിന്നും റോമൻ സാമ്രാജ്യമായിട്ട് അത് വളർന്നു വരികയാണ് ഉണ്ടായത്. മുമ്പ് സൂചിപ്പിച്ച പോലെ പെട്രീഷ്യൻസ് ആയിരുന്നു റോമിലെ പ്രധാന വിഭാഗം. അവരാണ് എല്ലാ സമൂഹത്തിൽ ഔന്നത്യമുള്ള സമൂഹത്തിൻ്റെ ആധിപത്യം ഉള്ള ജനവിഭാഗമായിരുന്നു പെട്രീഷ്യൻസ് എങ്കിൽ BC 450 കൂടിയിട്ട് അവിടെ ഒരു ലോസ് ഓഫ് 12 ടേബിൾ, അതായത് 12 പട്ടികകളുടെ നിയമപട്ടിക പ്രഖ്യാപിക്കുകയും അതോടുകൂടി ഈ ജനതയ്ക്ക് സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകൾക്ക് ഇടയിൽ ഈ തരത്തിലുള്ള ഇഗാലിറ്റേറിയൻ സിസ്റ്റം, അതായത് ഒരു തരത്തിലുള്ള ഒരു സമത്വം വളർന്നു വരികയുണ്ട്. അവകാശങ്ങൾ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും അവകാശങ്ങൾ പ്ലബിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും അവകാശങ്ങൾ കിട്ടുന്നു. അതോടുകൂടി ഈ സുപ്രീമസി, ഇവരുടെ പെട്രീഷ്യൻസിൻ്റെ സുപ്രീമസി സമൂഹത്തിൽ ഇല്ലാതെയാവുന്നതോടുകൂടി ഈ 12 ലോസ് ഓഫ് 12 ടേബിൾസിൻ്റെ 12 പട്ടിക നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതോടു കൂടിയിട്ടാണ് 450 BC പ്രഖ്യാപിക്കുന്നതോടു കൂടിയിട്ടാണ് ഒരു തരത്തിലുള്ള ഒരു ഇഗാലിറ്റേറിയൻ കാഴ്ചപ്പാട് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കും അവകാശങ്ങളുള്ള ഒരു സമൂഹമായിട്ട് റോമൻ സമൂഹം മാറിയത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ കച്ചവടത്തിലൂടെ വളർന്നു വന്ന റോം അതിൻ്റെ കച്ചവടത്തിലൂടെ അവർ വലിയ സമ്പാദ്യം ഉള്ള ഒരു രാഷ്ട്രമാവുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അവർ യുദ്ധത്തിലൂടെ കീഴടക്കുകയും ചെയ്തു. യുദ്ധം വഴിയാണ് ഗ്രീസിലേക്കും ഇറ്റലിയുടെ മറ്റ് പ്രദേശങ്ങളിലേക്കും സിസിലിയും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ കീഴടക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ ഈ ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശത്തുണ്ടായിരുന്ന കാർത്തേജ് ജനത ഈ റോമിനെ സഹായിച്ചു. ഈ ഗ്രീസ് ആക്രമിച്ച് കീഴടക്കുന്നതിലൊക്കെ ഈ കാർത്തേജ് എന്ന് പറയുന്ന പ്രദേശം, അതായത് വടക്കൻ ആഫ്രിക്കയിലുള്ള ഒരു സംസ്കാരമാണ് കാർത്തേജ്. ഈ കാർത്തേജ് ഇവരെ സഹായിച്ചു എങ്കിലും ഈ കീഴടക്കി ഗ്രീസിലെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇറ്റലിക്ക് മുഴുവൻ കീഴടക്കിയതോടുകൂടി പിന്നെ റോമിനും കാർത്തേജിനും ഇടയ്ക്ക് അസ്വാരസ്യങ്ങൾ വളർന്നു വരികയും ഇവർ തമ്മിലുള്ള കിടമത്സരം വളർന്നു വരികയും ആ കാർത്തേജിനെ പൂർണ്ണമായും കീഴടക്കുകയും സപ്രസ് ചെയ്ത് ആക്രമിച്ച് റോം കീഴടക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഇടയ്ക്ക് കാർത്തേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോമിനെ സഹായിക്കുന്ന അതായത് മിലിറ്ററി ഒരു ശക്തിയായിരുന്നു ആ കാലഘട്ടത്തിലെങ്കിൽ അവരുടെ മിലിറ്ററി ശക്തി ഉള്ളത് കൊണ്ട് തന്നെ റോമിന് മറ്റ് പ്രദേശങ്ങൾ കീഴടക്കിയതുപോലെ എളുപ്പത്തിൽ ഇവരെ കീഴടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിരന്തരം യുദ്ധങ്ങൾ ഈ റോമിലെ ജനതയും കാർത്തേജിലെ ജനതയും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ റോമും കാർത്തേജും തമ്മിലുള്ള യുദ്ധം അത് ഒരുപാട് സാഹിത്യ സൃഷ്ടികൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. റോമും കാർത്തേജും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ചരിത്രം വളരെ വിപുലമായിട്ട് നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഈ റോമും കാർത്തേജും തമ്മിലുള്ള ഈ കിടമത്സരം, ഈ നിരന്തര യുദ്ധങ്ങൾ കാർത്തേജിനെ പൂർണ്ണമായിട്ടും തകരുന്നതിലേക്കും അതുവഴി റോമിന് ആ പ്രദേശങ്ങൾ കീഴടക്കാനും ഈജിപ്തിലെ ഉൾപ്പെടെയുള്ള മറ്റ് ഭാഗങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ച് റോമൻ സാമ്രാജ്യം ആ പ്രദേശങ്ങളിലെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കീഴടക്കുന്നതിന് റോമിന് സാധിച്ചത് ഈ കാർത്തേജിനെ വരുതിയിലാക്കിയതിനു ശേഷമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാർത്തേജ് വലിയൊരു മിലിറ്ററി പവറായിരുന്നതുകൊണ്ട് തന്നെ കാർത്തേജിന് ഇറ്റലിയിൽ താഴെയുള്ള സിസിലിയിലൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ കോളനി സിസിലിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സപ്രസ് ചെയ്ത് കീഴടക്കുന്നതിലൂടെ സിസിലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാർത്തേജിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സിസിലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കാർത്തേജ് തന്നെയും അതുപോലെ ഈജിപ്തിൻ്റെ മറ്റു ഭാഗങ്ങളും റോമിനെ കീഴടക്കി അതിലേക്ക് ഉൾച്ചേർക്കാൻ റോമ സാമ്രാജ്യത്തിലേക്ക് ഉൾച്ചേർത്ത് റോമൻ സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. അതായത് കാർത്തേജിൻ്റെ പതനം
ഡിസ്ട്രക്ഷൻ റോമിൻ്റെ വളർച്ചയിൽ ഒരു നിർണായക ഘട്ടമായിരുന്നു. അതാണ് ഈ കാർത്തേജും റോമും തമ്മിലുള്ള യുദ്ധങ്ങളെയാണ് പ്യൂണിക് വാഴ്സ് എന്ന് പറയുന്നത്. 2 പ്യൂണിക് വാറുകളാണ് ഈ വർഷങ്ങളോളം നീണ്ടു നിന്ന, ദശാബ്ദങ്ങളോളം, അതായത് ആദ്യത്തെ പ്യൂണിക് വാർ 20 വർഷത്തോളം നീണ്ടു നിന്നു. അങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിന്ന പ്യൂണിക് യുദ്ധങ്ങളിലൂടെയാണ് കാർത്തേജിനെ റോം കീഴടക്കുന്നത്. തുടർന്ന് ജൂലിയസ് സീസറുടെ ഭരണത്തോടു കൂടിയാണ് റോമിൽ ഒരു ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ബലമേറിയ ഉറപ്പേറിയ ഒരു റോമ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് സീസറുടെ ഭരണത്തോടു കൂടിയാണ്. സീസർ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ ഇട്ടത് റോമ നഗര സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് സീസറാണ്. അതായത് നമ്മൾ ജൂലിയസ് സീസറാണ്. അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഒരു അവസാന ഘട്ടം ആകുമ്പോഴേക്കാണ് ഏകദേശം ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എംപയറായിട്ട് റോം മാറുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണഘട്ടമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് നെഫ്യൂ ആയിരുന്ന ഒക്ടേവിയനെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒക്ടേവിയൻ, നമ്മൾ ഓഗസ്റ്റസ് സീസർ എന്ന് വിളിക്കുന്ന ഒക്ടേവിയനെ ഭരണത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒക്ടേവിയൻ്റെ ഭരണത്തോടു കൂടിയാണ് ഈ പൂർണ്ണ രൂപത്തിലുള്ള റോമ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് ഓഗസ്റ്റസ് സീസറിനെയാണ് ഈ വിപുലമായ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. ഈ ഒക്ടേവിയൻ്റെ കാലഘട്ടത്തിൽ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് റോമിൽ ഒരു ശാന്തത കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. റോമിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ റോമിൽ സൃഷ്ടിക്കാൻ ഈ ഒക്ടേവിയന് സാധിച്ചു. അതുകൊണ്ട് ആ കാലഘട്ടം ഒരു റോമൻ പീസ്, സമാധാനം സ്ഥാപിച്ചതിന് ശേഷമുള്ള 200 വർഷക്കാലത്തെ നമ്മൾ സാധാരണ പാക്സ് റൊമാന എന്നാണ് വിളിക്കാറ്. റോമൻ പീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത 200 വർഷക്കാലത്തെ ഒരു ജീവിതം, ഏകദേശം 2 നൂറ്റാണ്ട് വരുന്ന ഒരു ഘട്ടം. അതായത് ജൂലിയസ് സീസറിന് ശേഷമുള്ള ഓഗസ്റ്റസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ മുതൽ 200 വർഷത്തെ കാലം വലിയ യുദ്ധങ്ങളോ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു പീസ്ഫുള്ളായിട്ടുള്ള റോമ സാമ്രാജ്യമായിരുന്നു നിലവിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യം ഏറ്റവും ഉന്നതമായ ഘട്ടം ആയിട്ടുള്ള ആ കാലഘട്ടത്തെ നമ്മൾ പാക്സ് റൊമാന എന്ന പേരിലാണ്, റോമൻ പീസ് എന്ന പേരിലാണ് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ കാലഘട്ടത്തിൽ റോമൻ കച്ചവടം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക. നമുക്ക് ഇന്ത്യയിൽ ഉൾപ്പെടെ നമ്മൾ തൃശ്ശൂർ, ഈയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഓഗസ്റ്റസ് സീസറുടെ കാലഘട്ടത്തിലുള്ള റോമൻ നാണയം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഇന്ത്യ, ചൈന, അറേബ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് റോമിൻ്റെ കച്ചവടം വ്യാപിപ്പിക്കുകയും അങ്ങനെ വലിയ ഒരു സമ്പത്ത് റോം ആ കാലഘട്ടത്തിൽ ഓഗസ്റ്റസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഘട്ടത്തിൽ ഉണ്ടാക്കുകയും അത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് ഓഫ് കൊമേഴ്സ് അവർ സ്ഥാപിച്ചെടുക്കുക. ആ കച്ചവടത്തിലൂടെ അവരുടെ സമ്പത്ത് ശതഗുണീഭവിപ്പിക്കാനും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അതുപോലെ പാത്രങ്ങളുടെ നിർമ്മാണത്തിൽ, വസ്ത്രനിർമ്മാണത്തിൽ, ഗ്ലാസ് നിർമ്മാണത്തിൽ ഒക്കെ വലിയ ഔന്നത്യം ഇറ്റാലിയൻ ഗ്ലാസ്, റോമൻ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇവിടെ തൃശ്ശൂരിൽ നിന്നൊക്കെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള ആംഫറ ഉൾപ്പെടെയുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ ഇതിൻ്റെ തെളിവാണ്. ഇത് ഈ റോമൻ സാമ്രാജ്യത്തുമായിട്ടുള്ള കച്ചവട ബന്ധത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയുമായിട്ടും മറ്റ് പ്രദേശങ്ങളുമായിട്ടും കിഴക്കോട്ടുള്ള പ്രദേശങ്ങളുമായിട്ടൊക്കെ വലിയ തോതിലുള്ള കച്ചവട ബന്ധം ഈ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈ കച്ചവടത്തിലൂടെയൊക്കെ ലഭ്യമാവുന്ന ഈ സമ്പത്ത് ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രം ചുരുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ കൂലിപ്പണിക്ക് ഇന്നൊക്കെ കാണുന്നത് പോലുള്ള ഒരു തരത്തിലുള്ള ഒരു സ്റ്റിഗ്മ, ഒരു കൂലിപ്പണിയോടുള്ള ഒരു അവേർഷൻ, സാധാരണ തൊഴിലാളികളോടുള്ളൊരു അവേർഷൻ ആ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ സ്ലേവ്സിൻ്റെ വരവ് നിന്നതോടുകൂടിയിട്ട് റോമിൽ പ്രൊഡക്ഷൻ കാര്യമായി കുറഞ്ഞു. ഇത് ഈ അടിമകളായിരുന്നു അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് അടിമകളാണ്, ഉൽപ്പാദന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അടിമകളാണ്. എന്നാൽ അവരുടെ സ്ലേവറിയുടെ അളവ് കുറയുന്നതോടുകൂടിയിട്ട്, സ്ലേവറിയുടെ സപ്ലൈ കുറയുന്നതോടുകൂടിയിട്ട് ഈ പ്രൊഡക്ഷൻ
കാര്യമായി കുറയുകയും അങ്ങനെ കാര്യമായി പ്രൊഡക്ഷൻ കുറഞ്ഞതോടുകൂടിയിട്ട് ഇമ്പോർട്ടിന് ആനുപാതികമായിട്ടുള്ള എക്സ്പോർട്ട് ഇല്ലാതെ വന്നു. അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതോടു കൂടിയിട്ട് അവിടെ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തു. ഇത് അവിടെ ഒരു തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഇംബാലൻസ്, അതായത് ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഇംബാലൻസ് അവിടെ വളർന്നു വരികയുണ്ടായി. അതാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച തുടങ്ങുന്നതോടുകൂടിയാണ്. മാത്രമല്ല ഈ ആർട്ടിക്കിളിൻ്റെ ഇത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്യുകയും എന്നാൽ അതേസമയം തന്നെ എക്സ്പോർട്ട് അതിനാനുപാതികമായിട്ട് വളരാതിരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇറ്റലിയിൽ അവരുടെ പ്രഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ്, നമുക്കറിയാം ഇവിടേക്ക് നമുക്ക് ലഭിച്ച ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള മെറ്റലാണ് അവരുടെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അവരുടെ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഡ്രെയിന് അവിടെ നിന്നുള്ള സമ്പത്തിൻ്റെ മെറ്റൽ നാണയങ്ങളുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള മെറ്റലിക് ഡ്രെയിന് സംഭവിക്കുകയും അത് പുറത്തേക്ക് ധാരാളമായിട്ട് ഒഴുകുകയും അതേസമയം തന്നെ അവിടെ ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്തു. ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും എക്സ്പോർട്ട് ഗണ്യമായി കുറയുകയും ഇമ്പോർട്ട് വളരെ കൂടുകയും ചെയ്തു. ഒരു തരത്തിലുള്ളൊരു ഇംബാലൻസ് അവിടെ വളർന്നു വന്നു. അതായത് അത് അവസാന ഘട്ടമാകുമ്പോഴേക്ക് ഈ എംപയറിൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരു നാലാമത്തെ എംപററുടെ കാലഘട്ടമാകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ഇംബാലൻസ് സംഭവിക്കുകയും അത് ഒരു റോമിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി റോമിൽ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങൾ റോമിൽ ആ സമയത്ത് നിലവിലുണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങളുണ്ടായിരുന്നു. ഈ മതങ്ങളെ നമ്മൾ സാധാരണ സെമിറ്റിക് മതങ്ങൾ വിളിക്കുന്നത്, സെമിറ്റിക് മതങ്ങൾക്ക് മുമ്പുള്ള മത വിശ്വാസങ്ങളെ, ബഹുദൈവാരാധന ഉൾപ്പെടെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ സാധാരണയായിട്ട് വിളിക്കുന്ന പാഗൻ ബിലീഫ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം പാഗൻ ബിലീഫ് സിസ്റ്റംസ് ഈ സെമിറ്റിക് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിറ്റി നമുക്കറിയാവുന്നതുപോലെ AD 3-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യാനിറ്റി ഒരു ഔദ്യോഗിക മതമായിട്ട് വരുന്നത്. 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച റോമിലുണ്ടാകുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ധാരാളം പാഗൻ വിശ്വാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന യഹൂദ വിശ്വാസങ്ങളൊപ്പം തന്നെ ധാരാളം പാഗൻ വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു റോമിലുണ്ടായിരുന്നത്. തുടർന്ന് ഈ ക്രിസ്തു മതം രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാഗൻ ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അത് ഫോളോ ചെയ്തിരുന്ന ആളുകളും ഈ പുതുതായിട്ടുള്ള മതവിശ്വാസങ്ങൾ വരുന്നതോടുകൂടി ക്രിസ്ത്യാനിറ്റി ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ തരത്തിലുള്ള ഒരു സംഘർഷം റോമിൽ വളർന്നു വരികയുണ്ട്. അതും റോമിൻ്റെ തകർച്ചയുടെ ഒരു തുടക്കം ആയിരുന്നു. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ക്രിസ്തു മതം രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി രാഷ്ട്രത്തിൽ ജനങ്ങൾ, ഈ തരത്തിലുള്ള ഡിസിലൂഷൻഡ് ആയിട്ടുള്ള ജനങ്ങൾ റൈറ്റിൽ വരികയും അത് ഒരു തരത്തിലുള്ള ഒരു ഡിക്ലൈനിൽ റോമൻ്റെ അത് നമ്മൾ പറഞ്ഞു കൊമേഴ്സ്യലായിട്ട് നമ്മൾ വളരെ തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന റോമ സാമ്രാജ്യം ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം കൂടെ വന്നതോടുകൂടിയിട്ട് തകർച്ചയിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ റോമിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റേതായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻസ് ധാരാളം റോമിലുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ അറിവിൻ്റെ, അവരുടെ ട്രിഗണോമെട്രിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള അഡ്വാൻസ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. നമുക്കറിയാം ടോളമി ഭൂമിയുടെ ഗോളാകൃതിയാണ്, ഭൂമിക്കെന്ന് ആദ്യം പറഞ്ഞ ടോളമി, ഭൂമി ഗോളാകൃതിയാണ്, പക്ഷേ അതേസമയം തന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന വിശ്വാസമായിരുന്നു ടോളമിയൻ സങ്കല്പം. ഈ ടോളമിയൻ ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള ജിയോസെൻട്രിക് തിയറിയിൽ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ക്രിസ്തു മതം, അതിനുശേഷം വന്ന ഇസ്ലാം മതം ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ നാഗരികതകൾ, വിവിധ സംസ്കാരങ്ങൾ ഈ ടോളമിയൻ ജിയോസെൻട്രിക് ധാരണ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ടോളമിയൻ ധാരണ അപ്ഹോൾഡ് ചെയ്യുകയും അങ്ങനെയാണ് ഈ വിഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഈ തരത്തിലുള്ള ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ള ഒരു ധാരണ. പക്ഷേ അങ്ങനെ ഭൂമിയാണ് കേന്ദ്രം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിൽ, കാരണം അന്നത്തെ ഒബ്സർവബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്നു. കാരണം സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് അന്നത്തെ സാഹചര്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഭൂമിയുടെ ആകൃതി പരന്നതല്ല, ഒരു ഗോളം രൂപത്തിലാണ് ഭൂമി, സ്ഫെറിക്കൽ രൂപമാണ് ഭൂമിക്കുള്ളത് എന്ന് ടോളമി മനസ്സിലാക്കിയിരുന്നു.
മാത്രമല്ല ഈ പൈയുടെ മൂല്യം ഏകദേശം 3.1416 എന്ന രൂപത്തിലേക്കുള്ള പൈയുടെ വാല്യൂ, ഇത് ആധുനിക മൂല്യത്തിൻ്റെ എക്സാക്റ്റ് മൂല്യത്തിലേക്ക് ഏകദേശം എത്തുന്ന ഒരു വാല്യൂ അവർ കണ്ടെത്തിയിരുന്നു. ഈ ഗോളത്തിൻ്റെ അളവ് നമുക്കറിയാം, അതിൽ ട്രിഗണോമെട്രിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെയുള്ള ജിയോമെട്രിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പൈയുടെ മൂല്യം എന്നുള്ളത്. ആ മൂല്യം കണ്ടെത്തുന്നത് അവർക്ക് ഏകദേശം അന്ന് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ഇങ്ങനെയൊക്കെ ഔന്നത്യം അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ ജിയോമെട്രിയുടെ കാര്യത്തിൽ, മാത്തമാറ്റിക്സിൻ്റെ വളർച്ചയിൽ അന്നത്തെ ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുറകിൽ തന്നെയായിരുന്നു റോം ഉണ്ടായിരുന്നത്. അവർ മെഡിക്കൽ രംഗത്ത് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചികിത്സാ രംഗത്ത്, വൈദ്യരംഗത്ത് വലിയ മെച്ചങ്ങൾ അവർക്കുണ്ടായിരുന്നില്ലെങ്കിലും അവരുള്ള ചികിത്സാ രീതി സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു. സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു അവിടുത്തെ ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ചികിത്സാ സമ്പ്രദായം എല്ലാ ആളുകൾക്കും, ഇത് പാവപ്പെട്ട ആളുകൾക്കും സാധാരണ ഓർഡിനറി പീപ്പിളിനൊക്കെ സൗജന്യമായിട്ട് അത് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒരു നിലവിലുള്ള ചികിത്സാ സമ്പ്രദായം, അതിൻ്റെ ഔന്നത്യമൊന്നും ഉണ്ടായിരുന്നില്ല, മെച്ചം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചികിത്സാ സമ്പ്രദായം, അതേ സമകാലത്തുള്ള ഇന്ത്യയിലെ ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ ഒക്കെ ചികിത്സാ രീതിയോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം അവസ്ഥയിലുണ്ടായിരുന്നതാണെങ്കിലും ആ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായം സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു, നിയന്ത്രണത്തിലായിരുന്നതോടുകൂടി സാധാരണ ആളുകൾക്കൊക്കെ അത് പ്രാപ്യമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല എൻജിനീയറിങ്ങിൻ്റെ രംഗത്ത് റോമൻ ജനത വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, റോമിലെ എൻജിനീയറിങ്ങിൻ്റെ അവരുടെ കൊളോസിയം പോലുള്ളതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന, തകർച്ചയെ അതിജീവിച്ച ഒരുപാട് സൃഷ്ടികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെതായിട്ടുള്ള ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് അത് റോമിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. അവരുടെ ആർക്കിടെക്ചറൽ രൂപങ്ങളായിട്ടുള്ള ആർച്ചുകൾ, വോൾട്ടുകൾ, അതുപോലെ മകുടങ്ങൾ, ഡോമുകളൊക്കെ അവരുടെ അന്നത്തെ വലിയ ഡോം വിത്തൗട്ട് ഒരു സപ്പോർട്ടൊന്നും, യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വലിയ ഡോമുകൾ നിർമ്മിക്കാൻ ആ കാലഘട്ടത്തിൽ തന്നെ റോമിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റോമിൻ്റെ കൊളോസിയത്തിൻ്റെ നിർമ്മാണം നമുക്കറിയാം. അത് വിവിധ കാലഘട്ടങ്ങൾ അതിജീവിച്ച കൊളോസിയം പോലുള്ള പാലങ്ങൾ, പോലുള്ള റോഡുകൾ ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല അവിടുത്തെ നമ്മൾ പറഞ്ഞു ഈ കോസ്റ്റൽ റീജിയനോടത്തതാണ്. അതുപോലെ വാട്ടർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമായിരുന്നു. റോമിലെ ജനത വാട്ടർ മാനേജ്മെൻറ്റിൽ വലിയ ഔന്നത്യം അവർ നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ പ്രധാനപ്പെട്ടതാണ് ഡ്രെയിനേജ് സമ്പ്രദായം. ഈ റോഡിൻ്റെ കുറുകെയുള്ള റോഡിനരികിലൂടെയുള്ള ഡ്രെയിനേജ് സമ്പ്രദായവും വളരെ മികച്ച ഡ്രെയിനേജ് സംവിധാനം അവർക്കുണ്ടായിരുന്നു. ഇത് ആ തരത്തിൽ എൻജിനീയറിങ്ങിൻ്റെ മേഖലയിൽ വലിയ വളർച്ച റോമിന് ഉണ്ടായിരുന്നു. ഇത് നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ, ഇത് കോസ്റ്റൽ റീജിയനിലുള്ള അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, ജിയോമോർഫോളജിക്കലായിട്ടുള്ള കണ്ടീഷന് അനുകൂലമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി അവർ വളർത്തിയെടുത്തിരുന്നത്. ഇത് മറ്റു കാര്യങ്ങളിലൊക്കെ, അറിവിൻ്റെ രൂപങ്ങളിലൊക്കെ, സയൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ അവർ ഗ്രീസിൽ നിന്ന് കടമെടുക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ രീതിയിൽ വലിയ തോതിലുള്ള ഒരു ഇൻഡിജീനസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഈ റോമ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് വന്നാൽ അത് ഈ ആൻഷ്യൻ്റ് വേൾഡ് എങ്ങനെയാണ് തകർന്നത് എന്ന് പറയുന്നത്, ആൻഷ്യൻ്റ് വേൾഡിൻ്റെ തകർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് റോമിൻ്റെ ഡിക്ലൈനാണ് പറയാനുള്ളത്. പക്ഷേ ആൻഷ്യൻ്റ് വേൾഡിൻ്റെ തകർച്ച നമുക്ക് അറിയാവുന്നതുപോലെ നിലവിലുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങൾ മാറുന്നു. പിന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള എക്സ്പാൻഷൻ വളർന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ നാഗരികതകൾ, വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം വളരുന്നതോടു കൂടിയിട്ട് ഈ നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്ക് മാറ്റം വരികയും അങ്ങനെ മാത്രമല്ല ഇപ്പോൾ ക്രിസ്തുമതം പോലുള്ള സ്ക്രിപ്ചറലായിട്ടുള്ള റിലീജിയൻസ്, ഔദ്യോഗിക മതം വരികയും മതത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്തതോടുകൂടി നിലവിൽ റോമ സാമ്രാജ്യം ഉൾപ്പെടെയുള്ള ആൻഷ്യൻ്റ് നഗരരാഷ്ട്രങ്ങൾ, ആൻഷ്യൻ്റ് സിവിലൈസേഷൻ, നാഗരികതകൾ അതിൻ്റെ തകർച്ചയെ നേരിട്ടു. അതായത് നഗരരാഷ്ട്രങ്ങളുടെ വളർച്ചയിൽ പ്രധാനമാണ് ഈ ക്രിസ്തു മതത്തിൻ്റെ, മതം സ്റ്റേറ്റിൻ്റെ മുകളിൽ ഡോമിനൻസ് നേടുന്നതോട് കൂടിയിട്ട് രാഷ്ട്രങ്ങളുടെ, ജനതയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ
തടയപ്പെടുകയും അത് തകർച്ചയിലേക്ക് ആൻഷ്യൻ്റ് വേൾഡിൻ്റെ തകർച്ചയിൽ വളരെ നിർണായകമായി മാറുകയും പിന്നീട് ഈ മതത്തിന് കീഴിലുള്ള പാപ്പസിയുടെ കീഴിലുള്ള പൗരോഹിത്യത്തിന് കീഴിലുള്ള ഒരു യൂറോപ്പാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ ആകെയുള്ള വളർച്ചയെ തടയുന്ന അവരുടെ പഴയ സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ തകർച്ചയിലേക്ക് നിർണായകമായ സ്വാധീനം ഇത്തരത്തിലുള്ള മതത്തിന് കീഴിലേക്ക് രാഷ്ട്രം വരുന്നതോടുകൂടി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സാധാരണയായിട്ട് മധ്യകാലഘട്ടത്തിൽ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ്. ഇനി നമ്മൾ റോമിൻ്റെ ഡിക്ലൈനിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യത്തിൽ ഇത് എംപയറുകളുടെ 3-4 എംപറർമാരുടെ കാലഘട്ടമാകുമ്പോഴേക്ക് റോമിൻ്റെ കച്ചവടം വലിയ തോതിൽ കുറയുന്നുണ്ട്. എന്നാൽ വലിയ തോതിൽ കച്ചവടം അതായത് പുറത്തേക്കുള്ള എക്സ്പോർട്ട് വളരെ കുറയുകയും ഇമ്പോർട്ട് വളരെ കൂടുകയും ചെയ്തിട്ട് ഒരു തരത്തിലുള്ള വെൽത്തിൻ്റെ ഡ്രെയിൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് അവർ കച്ചവടം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അവർ സാധനങ്ങൾ കയറ്റി റോമിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ധാരാളം അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതേസമയം തന്നെ ആ തരത്തിൽ അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പോർട്ട് റോമിൽ നിന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സ്ലേവറിയുടെ ലഭ്യത, അടിമകളുടെ ലഭ്യത കുറഞ്ഞുകൂടി പ്രൊഡക്ഷൻ രംഗത്ത് ധാരാളം കുറവ് സംഭവിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കച്ചവട രംഗത്ത് കൊമേഴ്ഷ്യലായിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇംബാലൻസാണ് റോമിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് മുമ്പ് നമ്മൾ സീസറുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ജൂലിയസ് സീസർ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ഒരു ഗ്രാൻഡ് നെഫ്യൂവിനെയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് കഴിവ് തെളിയിച്ച ആളുകളെ ആളുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ മാർക്കസ് അമേലിയസിൻ്റെ കാലഘട്ടത്തോട് 180 BCE CE 180 അത് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് തുടർന്ന് അദ്ദേഹം വലിയ ഫിലോസഫിക്കലായിട്ടുള്ള രാജാവൊക്കെ ആയിരുന്നു, താത്വികനായ ഒരു ഭരണകർത്താവായിരുന്നു. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ തൻ്റെ മകനെ, താരതമ്യേന കഴിവ് കുറഞ്ഞ മകനെ തൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് അടുത്ത രാജാവായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മേന്മ, ഔന്നത്യം അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ റോമിൻ്റെ തകർച്ചയുടെ തുടക്കമിടുന്നത് അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ നിയമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. പക്ഷേ താരതമ്യേന കഴിവ് കുറഞ്ഞ ഒരു കഴിവുകെട്ട ഭരണാധികാരിയായിട്ടാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ അളക്കുന്നത്. കമോഡസ് അതുപോലത്തെ, അതായത് ഒരു സക്സസറായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു കഴിവുകെട്ട ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല ഈ കച്ചവടത്തിൻ്റെ രംഗത്ത് ഇത്തരത്തിലുള്ള ഈ ഡിക്ലൈൻ റോം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ മറികടക്കുന്നതിന് ഇദ്ദേഹം വളരെ ബ്രൂട്ടലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് ആരംഭിക്കുന്നത്. കച്ചവടത്തിൻ്റെ രംഗത്തുള്ള ഈ റോമിൻ്റെ ഡിക്ലൈൻ ആരംഭിച്ച ഈ ഘട്ടത്തിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഭരണം അദ്ദേഹം റോമിൽ ആരംഭിക്കുന്നത്. ഇതോടുകൂടി അദ്ദേഹത്തിനെതിരായിട്ട് ജനങ്ങൾ മൊത്തം തിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. പക്ഷെ അത് മാത്രമല്ല, ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനെ പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാളത്തിൻ്റെ രംഗത്തുള്ള മിലിറ്ററി രംഗത്തുനിന്ന് ഒരു മിലിറ്ററി ഈ ഭരണത്തിന് പിടിച്ചെടുക്കുകയും ആ രീതിയിൽ ഒരു കൂപ്പ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതായത് റോമിൻ്റെ ഡിക്ലൈൻ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. അത് പിന്നീട് ഉണ്ടായിരുന്ന 2 നൂറ്റാണ്ട് കൂടെ ആ രീതിയിൽ തുടർന്നെങ്കിലും 4-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ സാമ്രാജ്യത്തെ പൂർണ്ണമായിട്ട് തകരുന്ന രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മിലിറ്ററിയുടെ മുകളിലൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഈ മിലിറ്ററിയിൽ സോൾജിയേഴ്സിന് അവരുടെ കമാൻഡറിനോട് മാത്രമാണ് ഒരു കൂറുണ്ടായിരുന്നത്. ഇതുകൊണ്ട് ഈ കമാൻഡർമാരിൽ പലരും അവരുടെ ഭരണം പിടിച്ചെടുക്കാനും അവരുടെ മുന്നേറ്റമായിരുന്നു അവർ ലക്ഷ്യം കണ്ടിരുന്നത്. രാഷ്ട്രീയമായിട്ട് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇങ്ങനെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമിക്കുന്ന കമാൻഡർമാരും അവരെ മാത്രം കൺട്രോളിലുള്ള പട്ടാളക്കാരും, ഇതാണ് റോമിൻ്റെ ആ ഘട്ടത്തിലാകുമ്പോഴേക്ക് റോമിൻ്റെ ഒരു സിറ്റുവേഷൻ. അതോടുകൂടി ഈ
റോമിൻ്റെ പതനം ഏകദേശം തുടങ്ങിയിരുന്നു. പൂർത്തിയാവുന്ന രീതിയിലേക്ക് ആ പതനം എത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 4-ാം നൂറ്റാണ്ടോടുകൂടി നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തുമതം ഔദ്യോഗിക മതമായി മാറുന്നതോടുകൂടി അതുവരെ പാഗൻ ബിലീഫ് വിശ്വസിച്ചിരുന്ന, പാഗൻ ബിലീഫ് എന്ന് വിളിക്കുന്ന അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ രാഷ്ട്രത്തിനെതിരെ, റോമിനെതിരായിട്ട്, എംപയറിനെതിരായിട്ട് കലാപത്തിലേക്ക് വരികയും അതും ഈ റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ പൂർണ്ണതയിലേക്കെത്തി. മതരാഷ്ട്രം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വളർന്നു വരുന്നതോടുകൂടി റോമിൻ്റെ പതനം, റോമ സാമ്രാജ്യത്തിൻ്റെ പതനം പൂർണ്ണമാവുകയാണ്. ഇതാണ് റോമിൻ്റെ പതനത്തിലേക്ക് എത്തിയത്. ഇതുപോലെ പിന്നെ മാത്രമല്ല, ഈ റോമിൻ്റെ റോം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ റോമിൽ മാത്രമായിരുന്നില്ല, മെഡിറ്ററേനിയൻ റീജിയനിലും ഏഷ്യ മൈനറിലും പിന്നെ സെൻട്രൽ ഏഷ്യയിലേക്കും ഒക്കെ വെസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ അത് വ്യാപിച്ചിരുന്നു. ഇത് ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ കീഴിലേക്ക്, ക്രിസ്തു മതത്തിൻ്റെ കീഴിലേക്ക് ഈ സമ്പ്രദായങ്ങളെല്ലാം എത്തിയോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിൻ്റെ വളർച്ച കുറഞ്ഞു. പിന്നീട് ഈ കുരിശുയുദ്ധങ്ങളും മറ്റുമൊക്കെ പിന്നീട് ഉണ്ടാകുന്നത് ഘട്ടം വരെ ഇതിങ്ങനെ തുടർന്നിരുന്നെങ്കിലും ഈ റോമ സാമ്രാജ്യത്തിൻ്റെ പതനം ഏകദേശം ആ ഒരു ലോകത്തിൻ്റെ തന്നെ, അതായത് ആൻഷ്യൻ്റ് വേൾഡിൻ്റെ തന്നെ പതനത്തിലേക്ക് എത്തുകയാണ് പതനത്തിന് കാരണമാവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ആൻഷ്യൻ്റ് വേൾഡ് ഒരു ഡിസിൻറ്റഗ്രേഷനിലെത്തുകയും പിന്നീട് മധ്യകാലഘട്ടം, അതായത് നമ്മൾ ഈ മതത്തിൻ്റെ സ്വാധീനത്തിലുള്ള ഒരു മധ്യകാലഘട്ടം, ഡാർക്ക് ഏജാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇത് റോമിൻ്റെ ഡിക്ലൈൻ വളരെ നിർണായകമാണ്. ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റി നിർണ്ണയിക്കൽ നിർണായകമാണ് റോമിൻ്റെ ഡിക്ലൈൻ.